കോൺഗ്രസിന് വീണ്ടും തലവേദനയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് സുധാകരൻ. സുധാകരൻ മിണ്ടാതിരുന്നപ്പോൾ ഇത്രയും വലിയ പണിയാണ് പുറകിൽ വരുന്നതെന്ന് ആരും കരുതി കാണില്ല. അധ്യക്ഷ സ്ഥാനം ഇല്ലെങ്കിൽ വേണ്ട, അടുത്ത തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ വിവരം അറിയുമെന്നാണ് സുധാകരൻ ഹൈക്കമാൻഡിനെ ധരിപ്പിച്ചിരിക്കുന്നത്. പുതിയ KPCC അധ്യക്ഷനെ കസേരയിലിരുത്തി മുതിർന്ന നേതാക്കളെല്ലാം അങ്ങ് പോയി. പക്ഷെ കുറച്ച് കാലങ്ങളായി ഈ അധ്യക്ഷ സ്ഥാനത്തെ തലവേദനകൾക്ക് പുറകിൽ ഇരുന്നും അടുത്ത സുധാകരന് മാത്രം ഇതൊന്നും മറക്കാനും പൊറുക്കാനും കഴിഞ്ഞിട്ടില്ല. എല്ലാം കഴിഞ്ഞ് എല്ലാവരും വീട് പിടിച്ചപ്പോഴാണ് സുധാകരൻ ഇത്രയും കാലം ഉള്ളിലടക്കി പിടിച്ച വേദന പുറത്തു വന്നത് പക്ഷേ പ്രതികാര ബുദ്ധിയോട് കൂടിയാണെന്ന് മാത്രം. തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് സുധാകരനെ പിണക്കാതെ നയത്തോടു കൂടിയാണ് നേതാക്കന്മാരെല്ലാവരും സണ്ണിയെ പരിഗണിച്ചത്. KPCC സ്ഥാനം പോയാലും തനിക്ക് പുല്ലാണെന്ന മട്ടിൽ നിന്ന സുധാകരന്റെ മനസ്സ് പക്ഷേ വേറെ ചില കണക്ക് കൂട്ടലിലായിരുന്നു. അടുത്ത മുഖ്യമന്ത്രി കസേരയാണ് പുള്ളിയുടെ ലക്ഷ്യം. ഈ അവസരത്തിൽ താൻ പാർട്ടി വിട്ട് മറ്റൊന്നിൽ ചേക്കേറണ്ട എങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ പരിഗണിക്കണമെന്ന ആവശ്യമാണ് സുധാകരൻ ഹൈക്കമാൻഡിനോട് പങ്കുവച്ചത്. ചുമ്മാ അങ്ങ് പറയുകയല്ല, തന്നെ മുഖ്യമന്ത്രി ആക്കിയില്ലെങ്കിൽ അതിശക്തമായി തന്നെ പ്രതികരിക്കുമെന്നും സുധാകരൻ പറയുന്നുണ്ട്. അതിന്റെ ആദ്യ ചുവടെന്നോണമാണ് ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ നിന്നും സുധാകരൻ MP-യും മുരളീധരനും വിട്ടുനിന്നത്. തിരുവനന്തപുരത്തുള്ള സുധാകരൻ കണ്ണൂരിലേക്ക് ഇന്നാണ് മടങ്ങിയത്. സുധാകരനെ അനുകൂലിച്ചുകൊണ്ട് മുതിർന്ന നേതാക്കളായ മുല്ലപ്പള്ളി രാമചന്ദ്രനും VM സുധീരനും യോഗത്തിൽ പങ്കെടുക്കുന്നതിൽ അസൗകര്യമുണ്ടെന്ന് അറിയിച്ചിരുന്നു. വൈകിട്ട് 4 മണിക്ക് AICC ആസ്ഥാനത്താണ് യോഗം ചേരുന്നത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരുമായാണ് പുതിയ ടീം ചർച്ച നടത്തിയത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് MLA, വർക്കിംഗ് പ്രസിഡന്റുമാരായ PC വിഷ്ണുനാഥ്, ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ, UDF കൺവീനർ അടൂർ പ്രകാശ്, മുൻ KPCC അധ്യക്ഷന്മാർ, കേരളത്തിൽ നിന്നുള്ള വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർക്കാണ് യോഗത്തിലേക്ക് ക്ഷണം. നേതാക്കളുടെ അതിർത്തിയെ കുറിച്ചൊന്നും തനിക്ക് അറിയില്ലെന്ന് അടൂർ പ്രകാശ് MP പ്രതികരിക്കുകയുണ്ടായി. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിലിരിക്കെ പുനഃസംഘടന പൂർത്തിയാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യോഗത്തിൽ ചർച്ചയായി എന്നാണ് ലഭിക്കുന്ന വിവരം. സത്യം പറഞ്ഞാൽ ഇതോടുകൂടി തൃശങ്ക് മുനയിലായിരിക്കുന്നത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. എല്ലാം ഒന്ന് കരക്കടുപ്പിച്ചു വരുമ്പോഴാണ് സുധാകരന്റെ പെട്ടെന്നുള്ള ഈ മനം മാറ്റം. സുധാകരനെ അംഗീകരിച്ച ശശി തരൂർ അടക്കമുള്ള മുതിർന്ന നേതാക്കളെല്ലാം പാർട്ടിയോട് ശത്രുതാ മനോഭാവം പുലർത്തും. അതേസമയം സുധാകരനെ അംഗീകരിച്ചില്ലെങ്കിൽ സുധാകരൻ പിണങ്ങും. താഴെത്തട്ടിലെ ഏറ്റവും ജനപ്രീതിയുള്ള നേതാവ് തന്നെയാണ് അദ്ദേഹം. യുവാക്കൾക്കിടയിൽ പോലും സുധാകരന്റെ ആ പ്രസക്തി ചില്ലറയല്ല. അതുകൊണ്ട് തന്നെ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് നല്ലതുപോലെ സുധാകരനെ കണ്ടില്ലെങ്കിൽ അത് പാർട്ടിക്ക് മൊത്തത്തിൽ ക്ഷീണമുണ്ടാക്കുമെന്ന കാര്യം തീർച്ചയാണ്. സുധാകരനേറ്റ ഈ മുറിവ് പത്മജ അടക്കമുള്ള പഴയ നേതാക്കളെ എല്ലാം വല്ലാതെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം സുധാകരനെ ഉപയോഗിച്ചുകൊണ്ട് കറിവേപ്പില പോലെ പാർട്ടി വലിച്ചെറിഞ്ഞു എന്ന് പത്മജ പറഞ്ഞത്. അതിന്റെ കൂടെ ഇന്ന് മുരളീധരനും കൂടിയായപ്പോൾ കോൺഗ്രസ് വീണ്ടും പിളരുമോ എന്ന സംശയത്തിൽ തന്നെയാണ് ജനങ്ങൾ.